പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ജ്വല്ലറി ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഫസ്റ്റ് പർച്ചേസ് എടുത്തത്, എവിടെ നിന്ന് എടുക്കുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി കമൻറ്റ്സ് എനിക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തത് ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് മേഘ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് മിനിമം പർച്ചേസ് ഇല്ലായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 1000-2000 ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിനിമം പർച്ചേസ് ഇല്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിൽ മാത്രമാണ് അവൈലബിൾ ആവുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ സെയിലൊക്കെ തുടങ്ങി. നമുക്ക് അത്യാവശ്യം സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് കാലം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. പിന്നെ നമ്മൾക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ നിന്ന് ഒരു 500 കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് മാർജിൻ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്കുള്ള വഴികൾ ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കേരളത്തിൽ നിന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ പർച്ചേസ് പോയിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് അവരോട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ പറയുക, നമുക്ക് ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണം എന്നുള്ളത്. കാരണം ജ്വല്ലറി ബിസിനസ്സൊക്കെ ആണെങ്കിൽ ജ്വല്ലറീസൊക്കെ ഓൺലൈൻ അയക്കുമ്പോൾ, കൊറിയർ വഴിയൊക്കെ അയക്കുമ്പോൾ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് റിട്ടേൺ എടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ ലോസ് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് പോയിട്ട് ഓൺലൈനായിട്ട് ഫസ്റ്റ് എടുക്കാതിരിക്കുക. കാരണം അബദ്ധങ്ങൾ പറ്റാം. അപ്പോൾ പുറത്ത് നിന്ന് എവിടെ നിന്ന് നിങ്ങൾക്ക് ജ്വല്ലറീസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ചിക്പേഡിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഫ്രോഡായിട്ടുള്ള ഷോപ്സ് ഉണ്ട്, നമ്മൾ തേടി നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വലിയ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈയിൽ സൗത്ത് കാർപ്പറേറ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കാണാൻ പറ്റും, നല്ല അഫോർഡബിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓർക്കുക, ഫസ്റ്റ് പർച്ചേസ് പോയിട്ട് തന്നെ ചെയ്യാം. അതല്ല നിങ്ങൾ ഓൺലൈൻ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അറിയാം, മിനിമം പർച്ചേസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലായിടത്തും 10,000, 20,000 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയി പർച്ചേസ് ചെയ്താലും പിന്നീട് ഓൺലൈനായിരിക്കുമല്ലോ ചെയ്യണേ. അപ്പോൾ അവരോട് പറയാം പിന്നീട് ഇനി ഓൺലൈനായിരിക്കും. അപ്പോൾ റിട്ടേൺ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ എടുക്കണം എന്നുള്ള എഗ്രിമെൻ്റ് ആക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഡാമേജൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ലോസാണ്. നമ്മൾ ചെറിയ രീതിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഡാമേജ് ഐറ്റംസ് എടുക്കാറില്ല, നമുക്ക് അറിയാം. നമ്മൾ ഹോൾസെയിലായിട്ട് ജ്വല്ലറി കൊടുക്കുന്നുണ്ട്. 3000 ആണ് ഇപ്പോഴും നമ്മുടെ മിനിമം പർച്ചേസ് വരുന്നത്. ചിലപ്പോൾ കൂടാം. ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ എവിടെ നമ്മുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നുണ്ട്, റീഫണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏരിയയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കളക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ജ്വല്ലറി ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.